ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വണ്ടി കേട്ടോ. ഇത് ഫിയറ്റ് കമ്പനിയുടെ ലിനിയ എന്ന് പറയുന്ന മോഡലുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിക്ക് ഇപ്പോൾ റീടെസ്റ്റൊക്കെ ആയി. ഞാനൊരു മാസത്തോളമായി വണ്ടി വർക്ക്ഷോപ്പിലും അതൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ടെസ്റ്റൊക്കെ ഉണ്ടായില്ല. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് തുടങ്ങി. പിന്നീട് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത അപ്പം തന്നെ വാഹനം ഓഫായി പോകും. അപ്പോൾ അത് 1-2 പ്രാവശ്യം അങ്ങനെ ഞാൻ ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ അത് ശരിയായി. ഞാനതും കൊണ്ട് എറണാകുളത്തൊക്കെ ഒന്ന് പോയി. പിന്നെ 2-3 സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് വന്നു. അപ്പോഴൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇതാണ് നമ്മളെ വണ്ടിയുടെ എൻജിൻ കേട്ടോ. മൾട്ടി ജെറ്റ് എൻജിനാണ് എൻജിൻ്റെ പേര് കേട്ടോ. വേറെ എന്തൊക്കെയോ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പമ്പ് പണിയാൻ കൊടുക്കേണ്ടി വരുമോ അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പമ്പ് വർക്ക്ഷോപ്പിലേക്ക് ഇങ്ങനെ വിളിച്ച് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു എപ്പോഴെങ്കിലും കൊണ്ടുപോര്, നമുക്കത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ലാസ്റ്റ് എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ ഡീസൽ ഫിൽറ്റർ 2016 മാറ്റിയതിനാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ആയിരിക്കും ഡീസൽ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഇനി വല്ല വെള്ളം കയറുക എന്തെങ്കിലും ടെസ്റ്റ് കൊണ്ടടയേ ചെയ്തിട്ടായിരിക്കാം ഇതേപോലെ കംപ്ലൈൻറ്റ് വന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡീസൽ ഫിൽറ്റർ മാറ്റിക്കളഞ്ഞ്. ഡീസൽ ഫിൽറ്റർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിൻ്റെ വില 2500 പുറത്ത് വരും വില. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ ഈ വയറുകളൊക്കെ ഒന്ന് ശരിയാക്കി ഒന്നൊക്കെ രണ്ടാമത് അഴിച്ച് സെറ്റ് ചെയ്ത്, എന്നിട്ടും നമുക്ക് ഈ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ടായി 2 സെക്കൻഡ് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫാവും. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി റൈസ് ആവില്ല. അതേപോലെ ഒരു 3-4-5 പ്രാവശ്യം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ടാവാണ്ടാവുമ്പോൾ ഞാൻ വണ്ടി എന്തോ ഒരു കംപ്ലൈൻ്റ് ആണെന്നും പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു വണ്ടിക്ക്. ടർബോയുടെ അവിടെ നിന്ന് വരുന്ന ഈ ഹോസ് ഉണ്ടല്ലോ, ഇതാണ് ടർബോയുടെ അവിടെ നിന്ന് വരുന്ന ഹോസ് ഇട്ടാ. ഈ ഹോസ് വന്നിട്ട് ഈ എയർ ഫിൽറ്ററിൻ്റെ ഈ ഭാഗത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന ഈ പോർഷൻ, ഈ കാണുന്ന ഈ പോർഷനാണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. അപ്പോൾ ഈ സെൻസർ അയക്കാൻ നമുക്ക് സിമ്പിൾ പരിപാടിയാണ്. ഇതിൻ്റെ അടിയിലത്തെ ഈ മഞ്ഞ ഈ ലോക്ക് ഇങ്ങനെ പതുക്കിനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുക. അത് അടിയിൽ നിന്ന് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊന്തിങ്ങൾ പോരും. അതിനുശേഷം ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ സ്വിച്ച് ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാൻ കഴിയും. ഈ കാണുന്ന ഈ സെൻസറിന് ഇതിൻ്റെ ഉള്ളിലാണ് സെൻസർ ഉള്ളത്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഈ സെൻസറിന് ഇതിൻ്റെ ടർബോ എന്ന് വരുന്ന ഓയിലിൻ്റെ ഒക്കെ അംശങ്ങൾ വന്നിട്ട് ഇവിടെ ഈ ടർബോയുടെ ഉള്ളിൽ അടയും. ഈ സെൻസർ വന്നിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്ന കംപ്ലൈൻ്റ് ആയിരുന്നു എൻ്റെ വണ്ടിക്ക് ഉണ്ടായിരുന്ന ഈ മിസ്സിങ് കംപ്ലൈൻറ്റ്. ഞാനത് ഇന്നലെ അത് പുറത്ത് പോയിട്ട് ഞാൻ ഒരു WD-40 വാങ്ങിച്ചു. WD-40 വാങ്ങിച്ചിട്ട് ഞാനത് അടിച്ച് ക്ലീൻ ചെയ്ത് ഇപ്പം എൻ്റെ വണ്ടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ഞാൻ എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചൊക്കെ നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മത് സ്റ്റാർട്ട് ചെയ്യണ്ട. വണ്ടിയുടെ സൗണ്ട് തന്നെ മാറി, മൊത്തത്തിൽ വണ്ടിയുടെ സൗണ്ട് മാറി. ഇപ്പം നമുക്കുണ്ടായിരുന്ന മുന്നുണ്ടായിരുന്ന ആ കംപ്ലൈൻറ്റ് കാണിക്കണില്ല. ഒന്ന് റൈസ് ചെയ്താ സനുവ. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ പഴയ കംപ്ലൈൻറ്റ് ഇപ്പോൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ നല്ല സ്മൂത്തായി, എൻജിനൊക്കെ നല്ല സ്മൂത്ത് സൗണ്ടായി. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇനി കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് 100 രൂപയുടെ പ്രശ്നമുള്ളൂ. ഈ സെൻസർ അയക്കുക. ഒരു WD-40 വാങ്ങി അതിൻ്റെ ഉള്ളിൽ നല്ലവണ്ണം ഇത് സ്പ്രേ ചെയ്ത് അതിൻ്റെ ഡസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ച് നേരം വെയിലത്തൊക്കെ ഒന്ന് വെച്ച് 2 സെക്കൻഡ് 3 സെക്കൻഡ് ആ WD-40 ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി, എന്നിട്ട് നിങ്ങൾ അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.